ഗായ്സ് വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ക്ലിനിക്കൽ ട്രയൽ ആൻഡ് ഫാർമക്കോവിജിലൻസ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കാര്യം അത്രയും അടിപൊളിയാണ്. നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെപ്സ് ആയാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സോ നമ്മൾ ഇതിനെ ഒരു പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് അല്ലെങ്കിൽ സേഫ്റ്റി മോണിറ്ററിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുന്ന കാര്യമാണ്. കാര്യം ഒരു ഡ്രഗ് എല്ലാ പോപ്പുലേഷനിലും ഒരേപോലെ സ്റ്റേബിളായി എന്നും ഉപയോഗിക്കാൻ പറ്റിയെന്നാക്കണം എന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും റാൻഡാക്ക് വിഡ്രോ ചെയ്തു ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അതുപോലെ പല മരുന്നുകൾ ടാൽഡോമൈഡ് ഒക്കെ അങ്ങനെ ഒരുപാട് ഡ്രഗ് നമ്മൾ വിഡ്രോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഫാർമക്കോവിജിലൻസ് കാരണമാണ്. സോ ബേസിക്കലി എന്താണ് പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ്? സോ നമ്മൾ ക്ലിനിക്കലിന് മുന്നേ പഠിക്കുന്ന സ്റ്റഡിയാണ് പ്രീ ക്ലിനിക്കൽ സ്റ്റഡി. ഇവിടെ എന്തൊക്കെ ചെയ്യും? സേഫ്റ്റി അസസ്മെൻറ്റ്, അതായത് നമ്മളൊരു പുതിയ ഡ്രഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ പുതിയ ഡ്രഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ നമ്മൾ പുതിയ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രഗിൻ്റെ പേര് ഇമ്പൾസിൻ്റെ ഐയും പിന്നെ എക്സും എന്നും IXN എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മൾ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമ്മൾ ഈ IX എന്ന ഡ്രഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേദനയ്ക്ക് നല്ല എഫക്റ്റീവായിട്ട് ഇപ്പോൾ ഉള്ള മോർഫിനേക്കാളും വേദന കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി മരുന്നായിട്ടാണ് ഞാൻ ഈ IXN എന്ന് പറയുന്ന ഈ മരുന്ന് ഇറക്കാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ IXN ഇറക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സേഫ്റ്റി അസസ്മെൻറ്റ് നടത്തണം, അല്ലേ? കാര്യം ഇതും കൂടുതൽ ഓക്കെ ആകുമോ എന്നുള്ളത്. പിന്നെ ഡേറ്റ കളക്ട് ചെയ്യണം, അല്ലേ? കാരണം വെച്ചാൽ നമുക്ക് വെറുതെ ഒരു മരുന്ന് അങ്ങ് ഉണ്ടാക്കി ഇറക്കാൻ പറ്റില്ല. സോ മരുന്ന് ഉണ്ടാക്കി നമ്മൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. അവരെയാണ് നമ്മൾ FDA എന്ന് പറയുക. പിന്നെ IND, ഇൻവെസ്റ്റിഗേഷൻ ന്യൂ ഡ്രഗ് ഫയലിംഗ് എന്ന് പറയും. അപ്പോൾ ഇവരൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ്. ഇവരുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് മരുന്ന് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട ഡേറ്റാസൊക്കെ ഞാൻ കളക്ട് ചെയ്യണം. ഇനി ടോക്സിക്കോളജിക്കൽ സ്റ്റഡി. ഈ ഡ്രഗ് ഞാൻ ലാർജ് ഡോസിൽ കൊടുത്താൽ അല്ലെങ്കിൽ കുറേ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രഗ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ക്യാൻസർ ഉണ്ടാക്കുമോ, മ്യൂട്ടേഷൻ ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആനിമലിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. അതിനുശേഷം ഫാർമക്കോ ഡൈനാമിക് ആൻഡ് ഫാർമക്കോ കൈനറ്റിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എലിമിനേഷൻ ഒക്കെ ആനിമൽസിൽ പഠിക്കും. ഇതിനാണ് നമ്മൾ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുക. ഓക്കെ, സോ ബേസിക്കായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഏകദേശം നമുക്ക് ഇന്ത്യ തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ തന്നെ 10,000-10,000 മേലെ ലക്ഷക്കണക്കിന് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രീ ക്ലിനിക്കൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്? ഫെയിൽ ആവാറുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് പോകാറില്ല. സോ ബേസിക്കലി അതിന് കാരണം ടോക്സിറ്റിയോ അല്ലെങ്കിൽ ഡേറ്റ കളക്ഷനിലൊക്കെ വരുമ്പം ലാസ്റ്റ് വരുന്ന ഇൻ്റർപ്രിട്ടേഷനിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഇനി IND ആപ്ലിക്കേഷൻ ഫയലിംഗ്. സോ നമ്മുടെ കയ്യിൽ ഡേറ്റാസ് എല്ലാം ഉണ്ട്, ആനിമലിനെ പഠിച്ചിട്ടുണ്ട്. IXN എന്ന് പറയുന്ന ഈ ഡ്രഗ് നമ്മൾ ഫയലിങ്ങിന് കൊടുക്കുവാണ്, IND ഫയലിങ്ങിന് കൊടുക്കാൻ പോവുകയാണ്. സോ പ്രീ ക്ലിനിക്കൽ ഡേറ്റ കമ്പൈലേഷൻ. സോ നമ്മളതിൽ എല്ലാ ഡേറ്റാസും ഉണ്ട്. ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക, അതായത് നമ്മളുള്ള ഡ്രഗിൻ്റെ കമ്പോസിഷൻ, സോഴ്സ്, കെമിക്കൽ നേച്ചർ എല്ലാം ആ ഡ്രഗുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എടുക്കുക. പിന്നെ എത്തിക്കൽ കമ്മിറ്റി ക്ലിയറൻസ്, അതായത് നമുക്ക് ഒരുപാട് എത്തിക്കൽ കമ്മിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പം ബേസിക്കലി ആനിമൽ പഠിക്കണമെങ്കിൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്, ഹ്യൂമൻ ആണെങ്കിൽ ഹ്യൂമൻ എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. അതായത് നമുക്ക് ഈ മനുഷ്യരിൽ പഠിക്കണമെങ്കിൽ എത്തിക്കൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. കാര്യം അതിലാണല്ലോ കാര്യം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സബ്മിഷൻ ടു റെഗുലേറ്ററി അതോറിറ്റീസ്. നമ്മൾ IND പോലുള്ള അതോറിറ്റിയിൽ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ 1, 2, 3ക്ക് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ എടുക്കണം. 1, 2, 3ക്ക് വേണ്ടിയുള്ള അപ്രൂവൽ എടുക്കണം. ഓക്കെ, IND ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കതും കിട്ടി. ഇനി ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ്. നമുക്ക് ക്ലിനിക്കൽ ട്രയൽസ് എങ്ങനെ ചെയ്യാം? ദ ഫസ്റ്റ് വൺ ഈസ് റാൻഡമൈസ്ഡ്, അതായത് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റാൻഡംലി പിക്ക് ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. നമുക്കിവിടെ അങ്ങനെ ബയാസ്ഡ് ആവില്ല. അതായത് നമുക്ക് അവിടെ ഒരു കാരണവശാലും നമുക്ക് തെറ്റിയൊന്നും പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഒരു മിസ്റ്റേക്ക് വരില്ല കേട്ടോ. റാൻഡമൈസ്ഡ് ആയിരിക്കും. ഇനി ബൈൻഡഡ് ഓർ ഓപ്പൺ ലേബിൾഡ്, അതായത് നമുക്കറിയാമായിരിക്കും ആരാണ് അല്ലെങ്കിൽ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമുക്കിവിടെ അറിയാമായിരിക്കും. അത് in the binded trial, participant or researcher are unaware of treatment assignment, while in open trial the information is known. അതായത് ഇപ്പോൾ ഓപ്പൺ ആണ് എന്നുണ്ടെങ്കിൽ, ഓപ്പൺ ലേബിൾഡ് ആണെങ്കിൽ നമുക്കറിയാമായിരിക്കും ആരെയാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് നമ്മളെന്ന് അറിയാമായിരിക്കാം. ഇനി ബൈൻഡഡ് ആണെങ്കിൽ നമുക്ക് അറിയുണ്ടാവില്ല ആരെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് അറിയുണ്ടാവില്ല. എല്ലാ പോപ്പുലേഷനും നമ്മൾ ചെയ്യും. ഓക്കെ, രണ്ട് പ്രോസ്പെക്റ്റീവ് ഓർ റെട്രോസ്പെക്റ്റീവ് ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസ്പെക്റ്റീവ് സ്റ്റഡി എൻറോൾ പേഷ്യൻറ്റ് ബിഫോർ ട്രീറ്റ്മെൻറ്റിന് മുന്നേ നമ്മൾ പേഷ്യൻറ്റ് എൻറോൾ ചെയ്യും. വൈൽ റെട്രോസ്പെക്റ്റീവ് ആണെങ്കിൽ അനലൈസ് പാസ്റ്റ് കേസ് റെക്കോർഡ് ആൻഡ് ഡേറ്റ, പണ്ട് നടന്ന ഡേറ്റാസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും.
നെക്സ്റ്റ് പ്ലസീബോ കൺട്രോൾ ആണ്. പുതിയ ട്രീറ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ പ്ലസീബോ എഫക്റ്റ് കൊടുക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 10 പേരുണ്ട്, അത് 5 പേർക്ക് ഞാൻ പാരസ്റ്റമോൾ കൊടുക്കും, 5 പേർക്ക് പാരസ്റ്റോൾ എന്നും പറഞ്ഞ് വൈറ്റമിൻ കൊടുക്കും. ആ പരിപാടിയാണ് പ്ലസീബോ കൺട്രോൾ. സോ ഇത് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ്. ഇതിന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പറഞ്ഞ് തീരത്തേയില്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊന്നും പോകണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ നമ്മൾ ഒരു പോപ്പുലേഷൻ ആരിൽ പഠിക്കണം എന്നുള്ളത് ഏത് രീതിയിൽ തീരുമാനിക്കണം എന്ന് പറയുന്നതാണ് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ സ്റ്റഡീസ് കേട്ടോ. സോ ഫേസ് 0 ക്ലിനിക്കൽ സ്റ്റഡീസ്, ഇതിന് മൈക്രോ ഡോസിങ് എന്ന് പറയും. സോ ഫേസ് 0യിൽ നമ്മൾ മൈക്രോ ഡോസ് ആയിട്ടായിരിക്കും നമ്മൾ ഹ്യൂമൻസിൽ ഡ്രഗ് കൊടുക്കേണ്ടാവും, മൈക്രോ ഡോസ്, വളരെ ചെറിയ ഡോസിൽ. സോ ബേസിക്കലി ഈ ഫേസ് 1 മുന്നേ പഠിക്കുന്ന സ്റ്റേറ്റാണ് ഫേസ് 0. ചിലപ്പോൾ ഫേസ് 0 അല്ലെങ്കിൽ ഫേസ് 0 എന്ന് പറയുന്നത് ചില ടെക്സ്റ്റ് ബുക്ക് കാണില്ല, ഡയറക്ട്ലി ഫേസ് 1 എന്നായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷേ മൈക്രോ ഡോസിങ് ഫേസ് എന്ന് പറയും. സോ പ്രീ ക്ലിനിക്കൽ റിക്വയർമെൻറ്റ്, അതായത് ടോക്സിറ്റി അല്ലെങ്കിൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സ്റ്റഡിയാണ്. പിന്നെ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ലോവർ കോസ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയോ, നമുക്ക് ഫേസ് 1 വന്നിട്ടാണ് നമുക്ക് ഫെയിൽ ആവുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് 1 വെച്ച് നമുക്ക് ഡ്രഗ് ഫെയിൽ ആവുന്നതിനേക്കാൾ നല്ലത് ഫേസ് 0 വെച്ച് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ. അങ്ങനെ അടുത്ത ഫേസ് 1 ആണ്. ഇവിടെ പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ 20 മുതൽ 80 ഹെൽത്തി വോളണ്ടിയേഴ്സിന് എടുക്കും. മറന്നു പോവല്ലേ, 20 മുതൽ 80 ഹെൽത്തി വോളണ്ടിയേഴ്സിന് എടുക്കും. സോ ചില ആൾക്കാരെ നമ്മൾ എസ്പെഷ്യൽ കേസ് വെച്ചിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ക്യാൻസർ തെറാപ്പി എടുക്കുന്നവർക്ക്, എയ്ഡ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ 20 മുതൽ 80 വരെയുള്ള ഹെൽത്തി വോളണ്ടിയേഴ്സിന് എടുക്കും. എന്നിട്ട് നമ്മൾ അവരുടെ സേഫ്റ്റി, ടോളറബിലിറ്റി അല്ലെങ്കിൽ ഫാർമക്കോഡൈനാമിക് പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ അറിയും. പിന്നെ ഡോസ് എസ്കലേഷൻ, അതായത് സിംഗിൾ അസെൻഡിങ് ഡോസ് ആൻഡ് മൾട്ടിപ്പിൾ അസെൻഡിങ് ഡോസ് സ്റ്റഡി നടത്തും. അതായത് സിംഗിൾ ഡോസിലും മൾട്ടിപ്പിൾ ഡോസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പല രീതിയിൽ നമ്മൾ സ്റ്റഡി നടത്തും. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മുതൽ 12 മന്ത് ആയിരിക്കും. സോ ഇത്രയും പോയിന്റ് നിങ്ങൾ ഇതിൽ ഉറപ്പാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ 20 മുതൽ 80, 6 മുതൽ 12 മാസം. ഇനി ഫേസ് 2 ആണ്. ഇവിടെ 100 മുതൽ 500 വരെ സബ്ജക്റ്റിന് ഉപയോഗിക്കും. ഇവിടെ അസുഖമുള്ളവരായിരിക്കും ഉപയോഗിക്കേണ്ടാവുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, വേദനയ്ക്കാണ് നമ്മൾ XY എന്ന മരുന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ വേദനയുള്ള പേഷ്യൻ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മറ്റൊരു എങ്ങനെയാണ് വേദന ഇല്ലാത്ത പേഷ്യൻ്റ് ഉപയോഗിച്ചത് അല്ലേ. സോ ഇവിടെ നമ്മൾ കൺഫേം ചെയ്യുവാണ്, ഈ മരുന്നിന് എഫക്റ്റീവ്നെസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് കൺഫേം ചെയ്യുവാണ്. സോ ഡോസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും. അതായത് റിസർച്ചേഴ്സ് എത്ര ഡോസ് കൊടുക്കുക, നമ്മൾ ഓൾറെഡി കർവൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടോ, ഇപ്പോൾ ഇവിടെ ഓർമ്മ വരിക കേട്ടോ. ഒപ്റ്റിക്കൽ തെറാപ്യൂട്ടിക് ഡോസ് റെജിമൻ, ഡ്യൂറേഷൻ ഓഫ് തെറാപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻഡ് സ്റ്റഡി ടൈപ്പ്. സോ ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി, ലൈക്ക് IIA സ്റ്റഡി ആണോ അല്ലെങ്കിൽ IIB സ്റ്റഡി ആണോ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതായത് IAA സ്റ്റഡി എന്ന് പറയുന്നത് ഡോസിങ് റിക്വയർമെൻറ്റും IIB സ്റ്റഡീസ് എഫിഷ്യൻസി അറിയുന്നതുമാണ്. ഈ ട്രയൽ മിക്കവാറും 6 മാസം മുതൽ വർഷങ്ങളോളം വരെ ഫേസ് 2 എടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഈ IAAയും IBBയും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബേസിക്കലി ഇവിടെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഡോസിങ്ങും അതിൻ്റെ എഫിഷ്യൻസിയും അറിയുക എന്നുള്ളതാണ് നമ്മൾ ഫേസ് 2 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഫേസ് 3 ആണ്. ലാർജ് സ്കെയിൽ ടെസ്റ്റിംഗ് ആണ്. 3000 പേഷ്യൻ്റ് വരെയാണ്, 5 വർഷം വരെ എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, കോവിഡ് വാക്സിൻ എത്ര നാളുകൊണ്ട് നമ്മളെ ദേഹത്ത് കുത്തിവെച്ച് അതുപോലെയുള്ളൂ. അപ്പം ഈ ഒരു ക്ലിനിക്കൽ സ്റ്റഡീസ് ഒക്കെ ചില സമയത്ത് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഓൾട്ടറിങ് ഇൻ ദ സെൻസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും, പെട്ടെന്ന് നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ എഫിഷ്യൻസി കൺഫർമേഷൻ ചെയ്യും, എത്രത്തോളം ഡ്രഗ് ലാർജ് പോപ്പുലേഷനിൽ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കും, കമ്പാരിസൺ ചെയ്യും. പിന്നെ നമ്മൾ സബ് ടൈപ്പ് IAA ഒക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, IBB ഒക്കെ പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ സേഫ്റ്റി മാർജിൻ ഡേറ്റ കളക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുക. സോ ഇത് ബേസിക്കലി 3000 പേഷ്യൻസ് ആണ്, 5 വർഷം വരെ നീണ്ടു പോയേക്കാം എന്നുള്ളത് ശ്രദ്ധിച്ച് വെക്കുക. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഫേസ് 3 എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, NDA. സോ നമ്മൾ ഇതെല്ലാം കിട്ടിയതിന് ശേഷം FDA അല്ലെങ്കിൽ DCGA അപ്രൂവൽ എടുക്കണം. കാര്യം പുതിയ ഡ്രഗ് നമ്മൾ കണ്ടുപിടിച്ചു, കാര്യം 3000 പോപ്പുലേഷനിൽ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, വേദന കുറയുന്നുണ്ട്. സോ നമ്മളൊരു ഫോമൽ പ്രപ്പോസൽ വെച്ചു, എവിഡൻസ് റിക്വയർമെൻ്റ് എല്ലാം വെക്കുന്നു, ഡേറ്റാസ് എല്ലാം വെക്കുന്നു, ലേബലിംഗ് അപ്രൂവ്മെൻറ്റ്. സോ ബേസിക്കലി നമുക്കറിയാം, നമുക്ക് വെക്കാൻ ലേബലിൻ്റെ അപ്രൂവലൊക്കെ വാങ്ങണം കേട്ടോ. ഞാൻ ലേബലിംഗ് അപ്രൂവലെല്ലാം മേടിച്ചു. അങ്ങനെ ഡ്രഗ് നമുക്ക് അപ്രൂവലിന് വേണ്ടി ആപ്ലിക്കേഷൻ, ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനിയാണ് ലാസ്റ്റ് വരുന്ന ഫേസ്, ക്ലിനിക്കൽ ട്രയൽ ലാസ്റ്റ് ഫേസ്. ഇവിടെയാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ സാധനം, പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്. ഇവിടെ എന്താണ്, നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷനിൽ കോവിഡ് വാക്സിൻ കുത്തിയിട്ട് ഒരുപാട് പേര് മരിച്ചൊക്കെ പോയില്ലായിരുന്നു, അതൊക്കെ ഫാർമക്കോ വിജിലൻസ് ആണ്. ഈവൻ ദോ എൻ്റെ പ്രൊജക്റ്റ് പോലും ഫാർമക്കോ വിജിലൻസിലായിരുന്നു, കോവിഡ് വാക്സിൻ ആയിരുന്നു. ഞങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഏകദേശം ഒരു 6-7 പേരോളം മരിച്ചായിരുന്നു.
കോവിഡ് വാക്സിൻ വെച്ചത്. നമുക്ക് പക്ഷേ ആ ഒരു ഇത് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല. കാര്യം അന്ന് അറ്റ് ദ പീക്ക് വാക്സിൻ എടുത്തേ പറ്റൂ എന്ന് പറയുന്ന സമയമാണ്. പക്ഷേ ഒരുപാട് പേര് മരിച്ചായിട്ട് നമ്മളെ കണക്ക് കൊണ്ടുവന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ ഇവിടെ സേഫ്റ്റി മോണിറ്ററിങ് അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം, ആദ്യത്തെ 6 മാസം മുതൽ അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ അടുത്ത 2 വർഷം അങ്ങനെ അതനുസരിച്ച് നമ്മളിങ്ങനെ റിപ്പോർട്ട് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഔട്ട്കം എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്ന രീതിയാണ് ലാസ്റ്റ് ക്ലിനിക്കൽ ട്രയൽ. സോ അപ്പോഴാണ് ഫാർമക്കോ വിജിലൻസ് വരിക. സോ ഫാർമക്കോ വിജിലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ഡിറ്റക്ട് ചെയ്യുക, അസസ് ചെയ്യുക, ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യുക. അഡ്വേഴ്സ് എഫക്റ്റ്, ഓൾറെഡി അഡ്വേഴ്സ് എഫക്റ്റ് നമ്മൾ എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ അഡ്വേഴ്സ് എഫക്റ്റ് എല്ലാം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാർമക്കോ വിജിലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് പറയുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്തിൽ സേഫ്റ്റി അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബേസിക്കായിട്ട് സിമ്പിളായിട്ട് ആലോചിക്കുക, റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കുക. നമ്മൾ പേഷ്യൻറ്റിന് എഫിക്കസി കൂട്ടുക, പേഷ്യൻറ്റിനെ സഫർ ചെയ്യിപ്പിക്കരുത്, ADR ഉണ്ടാക്കരുത്. അപ്പോൾ അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹിസ്റ്ററി ആൻഡ് മൈൽ സ്റ്റോൺ ഓഫ് ഫാർമക്കോ വിജിലൻസ് ആണ്. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ജസ്റ്റ് 2-3 വർഷങ്ങൾ വായിച്ചും പഠിച്ചൊക്കെ വെക്കുക. സോ നിങ്ങൾക്കത് ഉപയോഗം വരും. താൽഡോമൈഡ് ട്രാജഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1962 താൽഡോമൈഡ് ട്രാജഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫാർമക്കോ വിജിലൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ അറിയുന്നത് കേട്ടോ, അപ്പോഴൊക്കെ അറിയുന്നത്. പിന്നെ ഡ്രഗ് മോണിറ്ററിംഗ് ഒക്കെ 1967 WHO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 1848 ലൈക്ക് സൈഡ് എഫക്റ്റുകളും ഒക്കെ നോട്ടിഫൈ തുടങ്ങിയത്. അനസ്തേഷ്യൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഒക്കെ നോട്ടിഫൈ ചെയ്ത് 1848 അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ പരിപാടി ഒരു 10-15 വർഷത്തിന് മുന്നേ ഒന്നും ഇല്ലായിരുന്നു. പിന്നെയാണത് ആക്റ്റീവായി വീണ്ടും വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്. നമുക്കങ്ങനെ വെറുതെ ഒരു ഡ്രഗൊന്നും നമുക്ക് ഇറക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ സോഴ്സ് ഓഫ് ഫാർമക്കോ വിജിലൻസ് ഡേറ്റ എവിടെ നിന്ന് കിട്ടും? പ്രീ ക്ലിനിക്കൽ സ്റ്റഡിയിൽ നിന്ന് കിട്ടാം, ക്ലിനിക്കൽ ട്രയലിൽ നിന്ന് കിട്ടാം, സ്പോണ്ടേനിയസ് റിപ്പോർട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണോ? റിപ്പോർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഒരു മരുന്ന് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ADR കണ്ടുവെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ആപ്ലിക്കേഷനിൽ കയറി നിങ്ങൾക്ക് ധൈര്യമായി റിപ്പോർട്ട് ചെയ്യാം. സോ അതാണ് സ്പോണ്ടേനിയസ് റിപ്പോർട്ടിംഗ് എന്ന് പറയാം. ഒരുപാട് നമുക്ക് അത് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് പേഷ്യൻസിനൊക്കെ ചെയ്യാന്നുള്ളതാണ്. സോ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ADR റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അവർ അസസ് ചെയ്ത് പല സ്റ്റഡീസ് നടത്തി അത് ADR ആണെങ്കിൽ അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യും, അതിനുള്ള ആക്ഷൻ അവർ എടുക്കുകയും ചെയ്യും കേട്ടോ. സോ ഇത് കീ ഓർഗനൈസേഷൻസ് ആണ്. ആരൊക്കെയാണ് ഫാർമക്കോ വിജിലൻസിൽ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നത്? WHO ഉണ്ട്, ICH ഉണ്ട്, CIUMS ഉണ്ട്, ISOP ഉണ്ട്. സോ ഇവരെയൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് അങ്ങനെ ഫാർമക്കോ വിജിലൻസ് ആയിട്ട് ചോദിക്കില്ല. കാര്യം വേറെ പല ഭാഗത്തും ഫാർമക്കോ വിജിലൻസിനെ പറ്റി പറയുന്നുള്ളത് കൊണ്ട് ഫാർമക്കോളജിയിൽ അങ്ങനെ ചോദിക്കണം എന്നില്ല. പക്ഷേ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. കാര്യം നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. phase 1, phase 2, phase 3, phase 4 ആണെന്നറിയാം. പിന്നെ വിജിലൻസും കൂടി എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും, സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക 10 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ 10 ചോദിക്കത്തില്ല. മിക്കവാറും ADME അതിനൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിക്കേണ്ടാവുക. സോ റെഗുലേറ്ററി ഏജൻസിയാണ് ഫാർമക്കോ വിജിലൻസിൽ FDA, EMA ആൻഡ് MHRA ആണ്. സോ FDA യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. EMA ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണ്. അവരാണ് ഡ്രഗ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് EU സിറ്റിസൺസിന്, യൂറോപ്യൻ യൂണിയൻ സിറ്റിസണിന്. ആൻഡ് MHRA എന്ന് വെച്ചാൽ ബേസിക്കലി യുണൈറ്റഡ് കിങ്ഡം ആണ്. സോ അവർ യെല്ലോ കാർഡ് സ്കീമൊക്കെ കൊണ്ടുവന്ന് അഡ്വേഴ്സ് എഫക്റ്റിൽ കൊണ്ടുവന്ന് അവരാണ് കേട്ടോ. സോ നിങ്ങളിത് ഫാർമക്കോ വിജിലൻസ് കംപ്ലീറ്റ്ലി പഠിക്കുവാണെങ്കിൽ അത്ര വലിയ സംഭവമായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ജസ്റ്റ് ഈ ക്ലിനിക്കൽ ട്രയൽ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സിമ്പിളാണ്, നോട്ട് വായിച്ചാൽ മതി, റെഫറൻസ് കൊണ്ട് വായിക്കുക. സോ നല്ലൊരു ചാപ്റ്ററാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, പേഴ്സണലി ഇൻട്രസ്റ്റിംഗ്. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു നമ്പറും കൗണ്ടും മാത്രം നോക്കി വയ്ക്കുക, ബാക്കി തട്ടി അങ്ങ് വിട്ടോളാം കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, എന്നിട്ട് വായിക്കുക. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.